ശുദ്ധദൃഷ്ടിയിൽ കർത്താവോ ഭോക്താവോ ഇല്ല. യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 149 ഭാഗം 4 സ്ഥിതിപ്രകരണം. സ്വയം മൂർധ്വം പ്രയാത്യഗ്നി സ്വയം യാന്തി പയാംസ്യധ ഭോക്താരം ഭോജനം യാതി സൃഷ്ടിം ചാപ്യന്തകസ്വയം. 4:10-29. വസിഷ്ഠൻ തുടർന്നു. ഒരു 100 ദിവ്യവർഷങ്ങൾ തപസ്സിലിരുന്ന ശേഷം ഭൃഗുമഹർഷി തൻ്റെ ആസനത്തിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ മുന്നിലിരുന്ന മകൻ ശുക്രനെ അദ്ദേഹം കണ്ടില്ല. എന്നാൽ അവിടെ ഉണങ്ങി വരണ്ട ഒരു ശരീരം കണ്ടു. അതിനികൃഷ്ടമായൊരു ദേഹമായിരുന്നു അത്. കൺകുഴികളിൽ പുഴുക്കൾ ഞുളച്ചു പെരുകുന്നു. ഈ കാഴ്ചയിൽ അതിവികാരധീനനായി ക്രുദ്ധനായ മഹർഷി കാര്യവിചാരം ഏറെയൊന്നും ചെയ്യാതെ തൻ്റെ മകൻ്റെ അകാല മരണത്തിനിടയാക്കിയ കാലനെ ശപിക്കാൻ തീരുമാനിച്ചു. കാലൻ ഉടൻ തന്നെ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ കയറുമായാണ് കാലൻ്റെ വരവ്. പ്രതിരോധിക്കാനാവാത്ത കവചമാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം. 6 കരങ്ങളും 6 മുഖങ്ങളുമാണ് അദ്ദേഹത്തിന്. ചുറ്റും സേവകരും ദൂതന്മാരുമുണ്ട്. കയ്യിലെ ആയുധങ്ങളിൽ നിന്നും ദേഹത്തു നിന്നും നാശത്തിൻ്റെ തീനാളങ്ങൾ പൊങ്ങുന്നു. ശാന്തനായി ദൃഢസ്വരത്തിൽ കാലൻ ഭൃഗുവിനോട് പറഞ്ഞു, മഹർഷിയെ, അങ്ങയെപ്പോലെ ഉന്നതനായ ഒരു ഋഷി ഇങ്ങനെ അനുചിതമായൊരു ശാപത്തിനൊരുങ്ങാനെന്തേ? ജ്ഞാനികൾ അവരെ അപമാനിച്ചാൽ പോലും ചഞ്ചലചിത്തരാകയില്ല. അങ്ങയെ ആരും അപമാനിക്കാതെ തന്നെ അങ്ങയുടെ സമനില തെറ്റിയിരിക്കുന്നു. അങ്ങ് ബഹുമാന്യനായ ഒരാളാണ്. ഞാനാണെങ്കിൽ ഉചിതമായും അനുയോജ്യമായും മാത്രം പ്രവർത്തിക്കുന്നയാളുമാണ്. ആയതിനാൽ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. മറ്റൊരുദ്ദേശത്തിലുമല്ല ഈ നമസ്കാരം. ഈ വ്യക്തമായ ശാപത്തിലൂടെ അങ്ങ് ആർജിച്ച തപോബലം നശിപ്പിക്കാതിരിക്കൂ. വിശ്വപ്രളയാഗ്നിക്ക് പോലും എന്നെ നശിപ്പിക്കാനാവില്ല. എന്നെ ശപിച്ച് ഇല്ലാതാക്കാമെന്ന ആഗ്രഹം എത്ര ബാലിശം! ഞാൻ കാലനാണ്. വിശ്വപാലകന്മാരായ ദേവതമാരെ അടക്കം എത്രയോ പേരെ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാം എനിക്കുള്ള ഭക്ഷണം മാത്രം. ഇത് പ്രകൃതി നിയമമാണെന്നറിയുക. പരസ്പരമുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ ആസ്പദമാക്കിയുള്ളതല്ല ഈ ബന്ധം. തീയിൻ്റെ സഹജ സ്വഭാവമാണ് അതിൻ്റെ നാളം മേലോട്ടുയരുകയെന്നത്. അതുപോലെ ജലപ്രവാഹം താഴോട്ട്. ആഹാരവസ്തുക്കൾ ആഹരിക്കുന്നവനെ തേടുന്നു. ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കൾക്കും അവസാനവുമുണ്ട്. ഈശ്വര നിശ്ചയമാണിത്. എല്ലാറ്റിൻ്റെയും ആത്മസത്തയുടെ സ്വയം നിലകൊള്ളുന്ന ആത്മാവിൻ്റെ സഹജഭാവം. ശുദ്ധദൃഷ്ടിയിൽ കർത്താവോ ഭോക്താവോ ഇല്ല. കളങ്കമുള്ള ദൃഷ്ടിയിലാണ് ഇത്തരം വിഭജനങ്ങളുള്ളത്. അങ്ങ് ജ്ഞാനിയല്ലേ? സത്യമറിയുന്നയാളല്ലേ? കർത്തൃത്വവും ഭോക്തൃത്വവും മിഥ്യയാണെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ജീവികൾ മരങ്ങളിലെ പൂക്കളും കായ്കളും പോലെ വന്നും പോയുമിരിക്കും. അവയുടെ എല്ലാം കാരണം അഭ്യൂഹങ്ങൾ മാത്രമാണ്. എല്ലാം കാലനിബദ്ധം. അവ ഉണ്മയാണെന്നും അല്ലെന്നും പറയാം. തടാകജലത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രൻ ഇളക്കമുള്ളതായി തോന്നുന്നത് ജലോപരിയുണ്ടാവുന്ന ചലനം മൂലമാണല്ലോ. അത് സത്യമെന്നും അല്ലെന്നും വാദിക്കാം.